അജയ് മാതൃഭൂമി ലേഖനാണ്. അദ്ദേഹം ആ സംഭവ സ്ഥലത്തുണ്ട്. അജയ്, എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? മറുഭാഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ഹലോ അജയ്, കേൾക്കാമോ? ഈ പൈപ്പിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്, അതോ മറുഭാഗത്തേക്ക് ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ടാകും? ആദ്യം പൈപ്പിനുള്ളിൽ കിടങ്ങി എന്നുള്ള ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ആ പൈപ്പിനുള്ളിൽ കുടുങ്ങി എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഇറങ്ങി. തുബാക്കോട് രണ്ട് ഓവിനുള്ളിലും ഓടയ്ക്കകത്തും ഇറങ്ങി തപ്പിയായിരുന്നു. പക്ഷേ രണ്ട് ഓടയ്ക്കകത്തും കണ്ടില്ല. ഹലോ പറഞ്ഞോളൂ. അല്ലെ, ഇവരുടെ ആ കൂടെയുള്ള കുട്ടികളുടെ കൺമുന്നിൽ വെച്ചല്ലേ ഇവര് ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് പെട്ടുപോകുന്നത് അല്ലേ? ഉള്ളിലേക്ക് പോയത്. അതുപോലെ തന്നെ ആ ദൃശ്യങ്ങളുണ്ട്. അയാൾ മുങ്ങുന്ന സമയത്ത് ഇവരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂബ ടീം അത് ചാടുന്ന ഭാഗത്തുള്ള രണ്ട് ഓവിലേക്കും ഇറങ്ങി പരിശോധന നടത്തിയത്. പക്ഷേ കാണാൻ സാധിക്കില്ല. ഇതിന്റെ മറുഭാഗത്തെ ഓപ്പണിംഗ് എത്ര മീറ്റർ അപ്പുറത്താണ്? അത് വലിയ താഴ്ചയിലേക്കാണ്. 50 മീറ്ററോളം നീളമുണ്ട് ഈ ഓവ്. 50 മീറ്ററോളം നീളമുണ്ട്. ആ ഓവിനകത്ത് കമ്പികളുള്ളത് കൊണ്ട് കമ്പികളിൽ കുടുങ്ങി കിടക്കുന്നതാവാന്നുള്ളൊരു നിഗമനത്തിലാണ് സ്കൂബ ടീം ആ രണ്ട് ഓവുകളിലും ഇറങ്ങി നോക്കിയത്. ഏകദേശം 15ഓളം ഓവുകളാണ് ഈ ക്രോസ്വേയിലുള്ളത്. അല്ല, ഏകദേശം എത്ര വ്യാസം വരുന്നതാണത് ഒരു മനുഷ്യന്? എങ്ങനെ ഇവര് ഈ ഇറങ്ങാൻ പരിശോധിക്കാനും വലിയ ബുദ്ധിമുട്ടുള്ളതായിരിക്കും? അതിലൊരു വ്യക്തതയില്ല. അല്ല, ഒരാൾക്ക് ഈ സ്കൂബ ഡൈവിംഗ് ടീമിന് അങ്ങനെ എളുപ്പത്തിൽ കയറി പരിശോധിക്കാവുന്ന ഒരു ഭാഗമാണോ അത്? ഇല്ല. പുഴയിൽ ഒഴുക്കുള്ളത് കൊണ്ട് ഉള്ളിലേക്ക് കയറി പരിശോധിക്കാനും പ്രയാസമുണ്ട്. പരിശോധന തുടരുകയാണ്. ഇതിനു മുമ്പ് ഇതേപോലെ സമാനമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ വരുന്ന ആളുകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന ആളുകളാണോ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്? ഹലോ, പുറമേ നിന്ന് വന്ന ആളുകളാണോ ഇതിനു മുൻപ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്? ഇപ്പൊ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് രാമനാഥപുരം സ്വദേശിയാണ്. രാമനാഥപുരം നെയ്വേലി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിച്ചത് നേരത്തെയും ഇവിടെ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ പുറമേ നിന്ന് ആളുകൾ അറിയാതെ നേരത്തെ ഒരു വർഷം മുമ്പ് അപകടം ഉണ്ടായത് ഇവിടുത്തെ സമീപവാസിയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവരുടെ മൃതദേഹം കിട്ടിയിരുന്നത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് അവർ അന്ന് പെട്ടിരുന്നത്. ഈ പൈപ്പിന്റെ ഉള്ളിൽ പെട്ടുപോയായിരുന്നു അല്ലേ? പൈപ്പിന്റെ ഉള്ളിൽ പെട്ടുപോയത്. അയ്യോ, ഇവിടെ എപ്പോഴും ഇങ്ങനെ ഈ ആ ചെറിയ പാലം കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന സ്ഥിതിയാണോ? അതോ ഇപ്പോഴത്തെ മഴയുടെ ഇപ്പൊ മൂലത്തറയുന്ന വെള്ളം തമിഴ്നാട് ആളിയാർ ഭാഗത്ത് നല്ല മഴ തുടരുന്നതുകൊണ്ട് ഇപ്പൊ മൂലത്തറയിലേക്ക് നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പൊ തിരച്ചിൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് 2 മണിയോട് കൂടിയാണ് ഇവര് പെടുന്നത്. 2:30 കൂടി മൂലത്തറയിലെ ഷട്ടർ അടച്ചിരുന്നു. ഷട്ടർ അടച്ചും 1 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ പുഴയുടെ ഒഴുക്ക് കുറയുള്ളൂ. ഏകദേശം ഒഴുക്ക് ഇത്തിരി കുറഞ്ഞപ്പോഴാണ് അകത്തേക്ക് ഇറങ്ങി പരിശോധന തുടർന്നത്. രണ്ടുപേരും ഒരേ ഓവിലാണോ പെട്ടു? അത് അടുത്തടുത്ത ഓവുകളിലാണ് ഇവർ പെട്ടുപോയത്? അടുത്തടുത്ത ഓവുകളിലാണ്. അപ്പൊ ഏത് ഓവിലാണെന്ന് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ട് ആ രീതിക്ക് പരിശോധിക്കാൻ പറ്റും അല്ലേ? ഇവര് വീഡിയോ എടുത്തിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ കുട്ടി മുങ്ങുന്ന ഭാഗത്ത്, നീന്തുന്ന ഭാഗത്ത് വീഡിയോ എടുത്തിരുന്നു. ഏകദേശം ആ ഭാഗത്താണ് ഇവര് തപ്പിക്കൊണ്ടിരിക്കുന്നത്. 50 മീറ്റർ വീഡിയോയിൽ കണ്ടിരുന്ന ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടും കാണാൻ സാധിച്ചിരുന്നില്ല. എല്ലാ ഓവുകളിലും കയറി ഇറങ്ങുന്നത് പ്രയാസമാണ്. വെള്ളത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണോ? ഈ നേരത്തെ പറഞ്ഞ പോലെ കമ്പിയൊക്കെ ഉള്ളിൽ അങ്ങനെ തടസ്സങ്ങളുണ്ടോ അതിന്റെ ഉള്ളില്? ഹലോ, ഈ അപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകി എത്താനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ കമ്പി അങ്ങനെ ഒരു സാധ്യതയും പറയുന്നുണ്ട്. അപ്പൊ അപ്പുറത്തെ സൈഡിലേക്കും അഗ്നിരക്ഷാ സേനയുടെ ഒരു യൂണിറ്റ് പോയിട്ടുണ്ട്. ഏകദേശം ഒരു കിലോമീറ്ററോളം സ്ഥലത്തേക്ക് അഗ്നിരക്ഷാ സേനയുടെ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്.